Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon. Yes, സ്ക്രീനിന്റെ ഫ്രെയിം ഒക്കെ മാറിയിട്ടുണ്ടല്ലോ, മനസ്സിലാവുന്നുണ്ടോ? മാറ്റമൊന്നുമില്ലല്ലോ മിസ്സേ. മാറ്റമൊന്നുമില്ലേ? മാറ്റമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോ കാണാൻ പറ്റില്ല, നിങ്ങൾ എല്ലാവരും ഇപ്പൊ പല കളേഴ്സിലാണ്. മാറ്റമുണ്ട് മിസ്, എന്റെ സ്ക്രീനിന് മാറ്റമുണ്ട്. എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ചേഞ്ച് വേണ്ടേ അല്ലേ? ഹായ് കീർത്തി. എപ്പോഴെങ്ങനെ ചതുരപ്പെട്ടിയിൽ മാത്രം ഇരുന്നാൽ മതി, കുറച്ചൊക്കെ ഒരു സ്റ്റൈലൊക്കെ ആവും അല്ലേ ഫ്രെയിമിന്? എവിടെ പോയി? 10 പേരുണ്ട് ക്ലാസ്സില്, അല്ല 9 പേരുള്ളൂ. എന്നെ കുട്ടിയാണ് 10 അറിയില്ല മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ. എന്ത് ചിലുവിന് മാറിയില്ലേ? ഇല്ല, സൗണ്ട് ക്ലിയർ ആയിട്ടില്ല. ഒരു മാസത്തിൽ കൂടുതലായില്ലേ വയ്യാണ്ടായിട്ട്? ഒരു മാസത്തിൽ കൂടുതലായി. കീർത്തി മൊഡ്യൂള് 4 ആണ്, അല്ല മൊഡ്യൂള് 1 പാർട്ട് 4. ഈ ഏരിയയിലുള്ള എല്ലാവർക്കും പനിയാ മിസ്. എല്ലാവർക്കും 2-3 മാസമായതാ പനി, മാറണില്ല. ഭയങ്കര ചൂടും പൊടിക്കാറ്റൊക്കെയാണേ, അപ്പൊ കുറയുന്നില്ല. അപ്പൊ നമ്മള് വീട്ടിലിരുന്നിട്ട് കൊച്ചിനെ വിളിക്കാൻ വേണ്ടി പോകുമ്പോ പുറത്തേക്ക് ഇറങ്ങുമല്ലേ, പിന്നെയും പൊടി വലിച്ചു കയറ്റുന്ന കാരണം എന്നാ പിന്നെയും ജലദോഷവും പനിയും. മാസ്ക് യൂസ് ചെയ്യുന്നില്ലേ? മാസ്ക് ധൃതി പിടിച്ച് പോകുമ്പോ മറന്നു പോകും. Chapter name, Man and Environment. Unit 10. ഇത് കുറച്ചുനേരം വെയിറ്റ് ചെയ്തിട്ട് ക്ലാസ് തുടങ്ങാം കേട്ടോ, കേറുന്നുള്ളവർ. ഭക്ഷണം കഴിച്ചോ നിങ്ങള്? ഇല്ല മിസ്, ക്ലാസ് കഴിഞ്ഞിട്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് അത് നല്ല ഹാബിറ്റ് അല്ല കേട്ടാ. ലേറ്റ് ആവൂല അപ്പൊ ഭക്ഷണം? ആകും. മിസ് കഴിച്ചോ? ഞാൻ കഴിച്ചു. ഞങ്ങളിവിടെ 1 മണിക്ക് കഴിക്കും ഭക്ഷണം. കഴിക്കും. ദിവ്യ കയറിയിട്ടില്ലേ? ദിവ്യാസിനോജ് കുറച്ച് ടോപ്പിക്കുകൾ തന്നിട്ടുണ്ടായില്ലേ? ഞാൻ പൊല്യൂഷൻ ബന്ധപ്പെട്ട് കുറെ ടോപ്പിക്സ് തന്നിരുന്നില്ലേ ക്ലാസ് എടുക്കാനായിട്ട്?
സ്റ്റാർട്ട് ചെയ്യാം. പ്രേയർ ആരാണ്? ഞാനാണ് മിസ്. വിരിഞ്ഞു നിന്നതാരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കുവെക്കു ഞങ്ങളിൽ. വിരിഞ്ഞു നിന്നതാരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കുവെക്കു ഞങ്ങളിൽ. സമസ്ത സുന്ദരോജ്വല പ്രഭാത കാന്തി ചിന്തിടും സുമങ്ങളായിടാവൂ ഞങ്ങൾ ഭാരതത്തിൻ വാടിയിൽ. വിരിഞ്ഞു നിന്നതാരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കുവെക്കു ഞങ്ങളിൽ. അഗാധ നീലവാനമാം കരമുയർത്തി ഞങ്ങളിൽ അനുഗ്രഹിക്ക് നിത്യകെ നിതാന്ത വത്സരോത്സുകം. അഗാധ നീലവാനമാം കരമുയർത്തി ഞങ്ങളിൽ അനുഗ്രഹിക്ക് നിത്യകെ നിതാന്ത വത്സരോത്സുകം. നിതാന്ത വത്സരോത്സുകം. വിരിഞ്ഞു നിന്നതാരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കുവെക്കു ഞങ്ങളിൽ. ഓക്കെ ശ്രീലക്ഷ്മി. തോട്ട്സ് പറയട്ടെ. പറഞ്ഞു. The greatest gift we can give our child are the roots of responsibility and the wings of independence. മറിയ മോണ്ടിസോറി. നമ്മുടെ കുട്ടികൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങൾ ഉത്തരവാദിത്തത്തിന്റെ വേരുകളും സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകളുമാണ്. ഓക്കെ, താങ്ക് യു. Then signing. സൈനിങ് ഞാനാണ്. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം. ആൻസർ ഒരു ഫൺ ടൈപ്പ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് റിലാക്സ് ആവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ ഓക്കെ, ക്വസ്റ്റ്യൻസ് പറയാം. ആൻസർ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. വിച്ച് ഫ്ലവർ ഫേസസ് ദ സൺ? വിച്ച് ഫ്ലവർ ഫേസസ് ദ സൺ? Which flower? Which flower faces the sun? Sunflower. അതെ, കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. Which animal is called as ship of the desert? Which animal is called as ship of the desert? Correct. ആർക്ക് വേണേലും പറയാട്ടോ. How many primary colors are there? How many primary colors are there? 3. 3. ഉറപ്പാണോ? 3 ആണോ? ഏതൊക്കെ കളറാണ്? നാലെണ്ണം ആണോ ദിവ്യ? 3 colors. Red, blue, green, primary colors. ഓക്കെ, പ്രാഥമിക വർണ്ണങ്ങൾ അല്ലേ? അതെ. ഫോർത്ത് ക്വസ്റ്റ്യൻ. ആൻസർ 3 ആണോ? അതെ, 3 ആണ്. 3. ഓക്കെ. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ. നെയിം എ സീസൺ ഇൻ വിച്ച് ലീവ്സ് ഫാൾസ് ഫ്രം ട്രീസ്. ട്രീസിൽ നിന്ന് ലീവ്സ് കൊഴിഞ്ഞു പോകുന്ന ഒരു സീസൺ. വിന്റർ. ഒന്നും കൂടി. ഓട്ടം സീസൺ. അടുത്തത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Which festival is known as the festival of flowers? Which festival is known as the festival of flowers? Correct. അടുത്ത question. Which is the largest snake in the world? Anaconda. Which is the largest snake in the world? Yes, correct.
അനക്കോണ്ട. Name the national tree of India. ബനിയൻ ട്രീ. Correct. അടുത്തത് ഒരു ഫ്രൂട്ട് റിഡിൽ ആണ് കേട്ടോ. ഫ്രൂട്ട് റിഡിൽ ആണ്. I am round and big. I am very juicy. I am green outside and red outside. Who am I? വാട്ടർമെലൺ. വാട്ടർമെലൺ. Correct. Next question. I can be green, red, and black. I am sweet and small. I grow in bunches. Who am I? ഒന്നുകൂടെ പറയൂ. I am green, red, and black. I am sweet and small. I grow in bunches. Who am I? അടുത്ത തിങ്സേ കുറച്ചും കൂടി. ബ്ലാക്ക്ബെറി. ഇനി ആൻസർ ഉണ്ടോ? ബ്ലൂബെറി ആണോ? സ്ട്രോബെറിയാണ്. Grapes. Grapes. Yes, Okay. correct. വലിയ ചെറിയ Next ബെറീസിലേക്ക് question. വലിയ നോക്കില്ല. Okay. Yes. I am a fruit. Next question. I am a fruit. I am red and sweet. There are millions in me. Who am I? Pomegranate ആണ്. I am Pomegranates. Pomegranates. correct. അടുത്ത ഒരു വെജിറ്റബിൾ റിഡിൽസ് ആണ്. I am usually used in salads. I am crunchy. I am long and have green skin. കുക്കുംബർ. Cucumber. Yes, correct. Next question. I grow in the ground and I am crunchy if eaten raw. I am orange color. Who am I? Mutton. പംകിൻ. Pumpkin. പംകിൻ. കുറച്ചങ്ങ് അടുത്തെത്തി. I grow in the ground. I am crunchy. If eaten raw, I am orange in color. Yes, correct. Next, അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. I grow in the dark. I am not a plant. I have a cap and a stem. Who am I? Coon. മഷ്റൂം. Yes. Mushroom. Correct. Very nice. നല്ല ക്വസ്റ്റ്യൻസ് അല്ലേ? Thank you. നിങ്ങൾ സയൻസ് പാട്ട് പാടുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി. അത് നല്ലത്. കുറച്ചുകൂടി ബ്രെയിനൊക്കെ വർക്ക് ചെയ്യും ചെറുതായിട്ടെങ്കിലും. ഓക്കെ, താങ്ക് യു. ഇതാരാ പറഞ്ഞേ? ദിവ്യ. ദിവ്യ. വെരി ഗുഡ്. Thank you. നല്ല സയൻസ് ആയിരുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും? ഒരു വിശേഷവും ഇല്ല കേട്ടോ. നല്ല വിശേഷം. സുഖമായിരിക്കുന്നു. വെക്കേഷൻ തീരാറായെന്ന് തോന്നുന്നു അല്ലെ? മെയ് സ്റ്റാർട്ട് ചെയ്തില്ലേ? പെട്ടെന്നായി. ഒരു മാസം മിസ്സേ, വൈവി ഒക്കെ എപ്പോഴാ വരാന്നൊന്ന് കറക്റ്റ് അറിയാൻ പറ്റുമോ? അതാണ് ഒരു പ്രശ്നം. എന്താണെന്നറിയോ, ഈ നാട്ടില് പോണേ ജൂൺ ജൂലൈയില് ഞാൻ നാട്ടിലായിരിക്കും. അപ്പൊ ഇവിടുന്ന് മെറ്റീരിയൽ എല്ലാം അവിടെ കൊണ്ടുപോയി അവിടെ വെക്കുമ്പോഴാണ് വൈവ അല്ലാന്ന് വെച്ചാൽ പിന്നെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ. ഇങ്ങോട്ടും പറ്റില്ലല്ലോ. 5ന്റെ കഴിഞ്ഞിട്ട് നമ്മൾ പറയാം. MT5 എന്ന് കംപ്ലീറ്റ് ചെയ്യണം. MT5ന്റെ ഇപ്പം പ്രാക്ടിക്കൽസ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അത് കഴിഞ്ഞ് അവരുടെ എക്സാം, മോഡൽ എക്സാം കഴിഞ്ഞ് മെയിൻ എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ പറയാം എന്താണ് ഡേറ്റ് കേട്ടോ. എന്തായാലും നേരത്തെ അറിയിക്കും. ഇതൊക്കെ നേരത്തെ അറിയണം അല്ലെ? ചിലപ്പോ മെയ് ലാസ്റ്റ് അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റ് തന്നെ പോകുമ്പോന്ന് വെച്ചാൽ അവിടെ ഒരു സ്കൂളില് ഇന്റേൺഷിപ്പിന് റെഡി ആയിട്ടുണ്ട്. അപ്പൊ അവർക്ക് ജൂൺ ഫസ്റ്റ് തന്നെ എത്തണം എന്നാ പറഞ്ഞത്. അപ്പൊ മെയ് ലാസ്റ്റ് ജിഷാൻസിനൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും.
ജിഷ മിസ് പറഞ്ഞ ജൂലൈ ലാസ്റ്റ് ആയിരിക്കും മോഡൽ എക്സാം. അപ്പൊ ആ ഒരു ഇടയിൽ തന്നെ ആയിരിക്കുള്ളൂ. ജൂലൈ ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ ഇവിടെ തിരിച്ചു വരേ. അപ്പൊ ആ ചെറിയ ദിവസങ്ങളായതുകൊണ്ടാ. എന്ന് വെച്ചാൽ അവിടെ ജൂലൈ ലാസ്റ്റില് സ്കൂള് തുടങ്ങും. അപ്പൊ ആ സമയത്ത് ഞാൻ ഇവിടെ തിരിച്ചു വരികയും ചെയ്യും. അപ്പൊ ആ സമയത്താന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വെച്ചിട്ട് പോയാ മതിയല്ലോ. ഓക്കെ, അതൊന്നും കൺഫേം ചെയ്യേണ്ടി വരും എങ്ങനെയാണെന്നുള്ളത്. പുറത്തുള്ള ചിലുവൊക്കെ എങ്ങനെയാണ്? ചിലു വരുന്നുണ്ടോ നാട്ടില്? മിസ് എന്നാ സെപ്റ്റംബറിലായിരിക്കും വരിക, 15 ദിവസത്തേക്ക്. അനീറ്റിന്റെ മാരേജ് ആണേ. പുതിയ കാലയളവായി പോയല്ലോ. അത് എന്നാന്ന് വെച്ചാൽ എന്റെ മിസ്സേ, ഇവിടെ ഞങ്ങളിപ്പോ വന്നിട്ട് ഇപ്പൊ 2-3 മാസല്ലേ ആയിട്ടുള്ളൂ. കൊച്ചിന് സ്കൂള് സെപ്റ്റംബർ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ സ്കൂളും കളയാൻ പാടില്ല. ലീവ് അങ്ങനെ കിട്ടത്തില്ല പിള്ളേർക്ക്. ഇവിടെ 5 ദിവസമൊക്കെ അപ്രൂവൽ ചെയ്യോളെ. അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പൊ ദിവ്യ അത് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, അല്ലെങ്കിൽ ഷെഫിന് നേരിട്ട് കോണ്ടാക്ട് ചെയ്യണായിരിക്കും നല്ലത്. എന്തായാലും 5ന്റെ കഴിയാതെ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, ജിഷ എന്താണ് മിണ്ടാതിരിക്കുന്നത്? പോയോ? ഇല്ല ടീച്ചർ, കേട്ടോണ്ടിരിക്കാണ്. കൊറേ നാളായി ക്ലാസ്സിൽ കണ്ടിട്ട്. എവിടെയായിരുന്നു? ടീച്ചർ കുറച്ച് വർക്കുകൾ ഉണ്ടായിരുന്നു, ആങ്കറിംഗ് ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ പുറത്തു പോകുന്നോണ്ട് നമുക്ക് ഓൺ ചെയ്യാനും ഒന്നും പറ്റാണ്ട്, അതാണ് കുറെ നാള് വരാൻ പറ്റാണ്ട്. പിന്നെ നാട്ടില് പോയി, പിന്നെ ഇടയ്ക്ക് ഒരു 3 ദിവസത്തേക്ക് നാട്ടില് പോയി. ഓക്കെ, നമ്മൾ പാർട്ട് 4 ലാസ്റ്റ് ചാപ്റ്റർ ആണ്, യൂണിറ്റ് 10. ഈ ഡെവലപ്മെന്റൽ പ്രൊഫൈൽ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് അത് എടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പാർട്ട് 3 ടെൻഡൻസീസ് ഓഫ് മാൻ ആരെങ്കിലും എടുത്തിരുന്നോ? ടെൻഡൻസീസ് ഓഫ് മാൻ എടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ ആ 3 ചാപ്റ്റേഴ്സ് കേട്ടോ. അപ്പൊ മാൻ ആൻഡ് എൻവയോൺമെന്റ്, ഡെവലപ്മെന്റൽ പ്രൊഫൈല്, ടെൻഡൻസീസ് ഓഫ് മാൻ, ഇത്രയും ടീച്ചർ എടുക്കാം. ഓക്കെ, ഇവിടെ എക്സാമും പ്രാക്ടിക്കൽസ് ഒക്കെ ആകുമ്പോൾ ടീച്ചേഴ്സ് എല്ലാവർക്കും കുറച്ച് തിരക്ക് വരുന്നുണ്ട്. പല ക്വസ്റ്റ്യൻസ് ഓരോരുത്തർ മാറി എടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, യൂണിറ്റ് 10 മാൻ ആൻഡ് എൻവയോൺമെന്റ്. PDF വിസിബിൾ ആണോ? അതെ മിസ്. കാണാം മിസ്. ഓക്കെ, കാണാം. റിസോഴ്സസ്. വാട്ട് ഈസ് റിസോഴ്സസ്? ഉറവിടമാണോ? എന്താണ് റിസോഴ്സ്? ഉറവിടമല്ലേ? റിസോഴ്സ് വിഭവങ്ങളാണ്. എന്താണോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിന് വേണ്ടുന്ന അസംസ്കൃത വസ്തുക്കൾ എന്നും പറയാം. വെരി ഗുഡ്. അപ്പൊ എങ്ങനെ നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? എന്താണ് റിസോഴ്സ് എന്ന്? അവസാനമില്ലാത്ത വസ്തുക്കളാണോ? അവസാനമില്ലാത്ത വസ്തുക്കളാണ് അല്ലേ? അതായത് നമുക്ക് എന്ത് കാര്യം, എന്ത് ഗോൾ അറ്റൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എന്ത് കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എന്താണ് വേണ്ടത്? വിഭവങ്ങൾ വേണം അല്ലെ? നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും റിസോഴ്സസ് അവൈലബിൾ ആണ്. റിസോഴ്സ് സ്കേഴ്സിറ്റി ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് എന്താണ്, ഇപ്പൊ വാട്ടർ സ്കേഴ്സിറ്റി വന്നു എന്ന് വിചാരിക്കുക, ജലലഭ്യത ഇല്ലാതായ ഒരു സന്ദർഭം. ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജലമില്ല, വെള്ളമില്ലാത്തൊരവസ്ഥ എന്താണ് നമുക്ക് അനുഭവപ്പെടുന്നത്? വെള്ളമില്ലെങ്കിൽ, വെള്ളമില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല മിസ്, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ല മിസ്, വെള്ളം ഒരു ദിവസം കറണ്ട് പോയാൽ തന്നെ അറിയാം. കറണ്ട് റിസോഴ്സസ് ആണോ? അല്ലേ? ആണ്. ഫുഡ് റിസോഴ്സസ് ആണോ? ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് റിസോഴ്സസ് വേണം. അത് പാകം ചെയ്യണമെങ്കിൽ വേണം. നമുക്ക് പാകം ചെയ്യണമെങ്കിൽ ഫുഡ് പാകം ചെയ്യണം എങ്ങനെ? വായുവിലാണോ നിങ്ങള്? അല്ല, അല്ല മിസ്, അതിന് വേണ്ട മെറ്റീരിയൽസ് വേണം. മെറ്റീരിയൽസ് വേണം. ഓക്കെ, എന്ത് വേണം? നമുക്ക് റിസോഴ്സസ് വേണം. അപ്പൊ റിസോഴ്സസ് ഒരിക്കലും എൻഡ് ചെയ്യില്ലെന്നാണ് അവിടെ പറയുന്നത്. എൻഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം നിറവേറ്റാൻ സാധിക്കുമോ?
ഇല്ല മിസ്സേ. ഇല്ല. യെസ്. അപ്പോ എന്താണ് റിസോഴ്സ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. റിസോഴ്സസ് ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് എനി മീൻസ് ഓഫ് അറ്റൈനിങ് എ ഗിവൺ എൻഡ്സ് or a source of supply or support generally held in reserve. അപ്പോൾ അഥവാ റിസോഴ്സസ് നമ്മൾ വിഭവങ്ങള് എന്താണ് ഒരിക്കലും അവസാനിക്കുന്നതാണോ? അല്ല. അവസാനിക്കാത്ത ഒരു അതായത് നമുക്ക് ഒരു മനുഷ്യന് ഒരു ചുറ്റുപാട് ജീവിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? റിസോഴ്സസ് അവൈലബിൾ ആയിരിക്കണം. റിസോഴ്സസിന്റെ അവൈലബിലിറ്റി എന്ത് കാര്യത്തിനും ഉണ്ടായിരിക്കും അല്ലെ? ഇപ്പൊ വാട്ടർ ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, മറ്റെന്തും ആയിക്കോട്ടെ, മനുഷ്യന് ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ എന്ത് വേണം? നിർബന്ധമായിട്ടും റിസോഴ്സസ് അവൈലബിൾ ആയിരിക്കണം അല്ലെ? അതിന്റെ നല്ല രീതിയിലുള്ള റിസോഴ്സ് സപ്ലൈ, റിസോഴ്സസ് വിഭാവനം ചെയ്തിട്ടുണ്ട്. റിസോഴ്സസ് നമുക്ക് തരുന്നതിനായിട്ട് അതിന്റെ സപ്ലൈ, അതിന്റെ ഉറവിടങ്ങൾ നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ പറയാറില്ല എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യണമെന്ന്. എന്തിനു വേണ്ടിയാണ് എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയുന്നത്? എന്തിനു വേണം? എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് നമ്മള് എവിടെയാണ് ജീവിക്കുന്നത്? നമ്മൾ ഈ പരിസ്ഥിതിയിൽ ജീവിക്കുന്ന ജീവിതങ്ങൾ അല്ലെ? ഹ്യൂമൻ ബീങ്സ് എവിടെയാണ്? എൻവയോൺമെന്റ് ഡിപ്പെൻഡന്റ് ആയിട്ട് ജീവിക്കുന്ന ജീവിതങ്ങളാണ് അല്ലെ? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർക്ക് എൻവയോൺമെന്റിൽ ജീവിക്കണമെങ്കിൽ എൻവയോൺമെന്റിന്റേതായിട്ടുള്ള എന്താണ് ഉറവിടങ്ങൾ അല്ലെങ്കിൽ റിസോഴ്സസ് അവൈലബിൾ ആയിരിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് എന്താണ് പല രീതിയിലുള്ള റിസോഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പല രീതിയിലുള്ള വിഭവങ്ങൾ നമുക്കറിയാം. നാച്ചുറൽ ആയിട്ടുണ്ട്, പിന്നെ എന്താണ് ഹ്യൂമൻ റിസോഴ്സ്, നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട്? നാച്ചുറലും ഹ്യൂമനും അല്ലാത്ത എന്തൊക്കെ റിസോഴ്സസ് ഉണ്ട്? എന്തൊക്കെയുണ്ട്? നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് അങ്ങനെയല്ല, രണ്ട് തരം. മാൻ മെയ്ഡ് റിസോഴ്സസ് എന്ന് പറഞ്ഞ രണ്ട് തരം. ബയോട്ടിക് എന്നും അല്ലെ? അബയോട്ടിക് ഫിനാൻഷ്യൽ റിസോഴ്സസ് വരുന്നുണ്ട് അല്ലെ? നാച്ചുറല്, ഫിനാൻഷ്യല്, ഹ്യൂമൻ റിസോഴ്സസ്, ഫിസിക്കൽ റിസോഴ്സസ്, ഭൗതികരമായിട്ടുള്ള വിഭവങ്ങള്. പിന്നെ എന്തൊക്കെയാണ്? ഇൻഫോർമേഷൻ റിസോഴ്സസ്. അങ്ങനെ റിസോഴ്സസ് നമുക്ക് പല ടൈപ്സ് കാറ്റഗറീസ് ചെയ്യാൻ സാധിക്കും. ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ നോട്ട് ചെയ്ത് വെച്ചോളൂ. ടൈപ്സ് ഓഫ് റിസോഴ്സസ് ഏതൊക്കെയാണെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഏതൊക്കെയാണ്? ഒന്ന് നാച്ചുറൽ റിസോഴ്സസ്, ദെൻ ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമൻ റിസോഴ്സസ് ആരാണ്? ഹ്യൂമൻ റിസോഴ്സസ് മനുഷ്യൻ. യെസ്, മനുഷ്യരാണ് അല്ലെ? ഹ്യൂമൻ ബീയിങ്സ് ആണ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്. മാൻ അല്ലെ? മാൻ പവർ ആണ് എന്താ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്. പിന്നെ ഫിനാൻഷ്യൽ റിസോഴ്സസ്. ഫിനാൻഷ്യൽ റിസോഴ്സസ്. Okay, okay, very good, Kirti. Yes. ഫിനാൻഷ്യൽ റിസോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഫിനാൻഷ്യൽ റിസോഴ്സസ്? സാമ്പത്തികമായിട്ടുള്ള. സാമ്പത്തികമായിട്ട് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനം എന്താ? പൈസ, മണി. പൈസ, മണി അല്ലെ? യെസ്, മണിയോ ഫണ്ടിങ് അല്ലെ? നമുക്ക് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ എന്താണ് ഫിസിക്കൽ റിസോഴ്സസ്. ഫിസിക്കൽ റിസോഴ്സസ് ഭൗതികരമായിട്ടുള്ള വിഭവങ്ങൾ എന്തൊക്കെയാണ്? എക്യുപ്മെന്റ്സുകള്, ബിൽഡിങ്സുകള്, നമ്മുടെ അസറ്റ്സ് ഒക്കെ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം? ഫിസിക്കൽ റിസോഴ്സസിൽ ഉൾപ്പെടുത്താം അല്ലെ? ഭൗതികപരമായിട്ടുള്ള വിഭവങ്ങൾ. പിന്നെ ഇൻഫോർമേഷൻ റിസോഴ്സസ്. ഇൻഫോർമേഷണൽ റിസോഴ്സസ്. ഇൻഫോർമേഷൻ റിസോഴ്സസ് എന്തൊക്കെയാണ്? ഇൻഫോർമേഷൻ റിസോഴ്സസ് നമ്മുടെ ഡാറ്റാസ്, നോളജ്, പിന്നെന്താണ് ഡാറ്റാസ്, നോളജ് ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റിസോഴ്സസ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ. അപ്പൊ നമ്മള് റിസോഴ്സസിന് പ്രധാനമായിട്ടും 5 കാറ്റഗറൈസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഒന്ന് നാച്ചുറൽ റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സസ്, പിന്നെന്താണ് ഫിസിക്കൽ റിസോഴ്സസ് ആൻഡ് റിസോഴ്സസ്, ഫിനാൻഷ്യൽ റിസോഴ്സസ് ആൻഡ് ഇൻഫോർമേഷൻ റിസോഴ്സസ്. ഓക്കെ, മനസ്സിലായോ? 5 കാറ്റഗറീസ് പറയുന്നുണ്ട്. അവിടെ പറയുന്നില്ല, എക്സ്ട്രാ പോയിന്റ്സ് പറഞ്ഞു തരാണ് കേട്ടോ. മിസ് ഒന്നുകൂടെ പറയാവോ? നാച്ചുറൽ, ഇൻഫർമേഷണൽ, ഹ്യൂമൻ, ഫിനാൻഷ്യൽ,
natural resources, human resources, financial resources, physical resources, and information resources. അഞ്ചെണ്ണം. ഓക്കെ താങ്ക് യു മിസ്. ഈ ഫിസിക്കൽ റിസോഴ്സസിനകത്ത് എന്താ വരുന്നത്? ഇതിലാണ് നമ്മൾ നമ്മുടെ എക്യുപ്മെന്റ്സ്, അസറ്റ്സുകളല്ലേ, നമ്മുടെ മൂലധനങ്ങൾ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ്, ബിൽഡിങ്സ്, നമ്മുടെ ഹോം, അതൊക്കെ വരുന്ന കാറ്റഗറിയിലാണ് ഫിസിക്കൽ റിസോഴ്സസ് ഡിപ്പെൻഡന്റ് ആണ്. എക്യുപ്മെന്റ്സ് ആൻഡ് ബിൽഡിംഗ് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ മിസ്. ഓക്കെ. അല്ലെങ്കിൽ നമ്മുടെ സപ്ലൈസ്, അതൊക്കെ ഫിസിക്കൽ റിസോഴ്സസിൽ ഉൾപ്പെടുത്താം. ഓക്കെ, യെസ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് നമുക്ക് എന്ത് കാര്യം നേടണമെങ്കിൽ, എന്ത് കാര്യം അറ്റൈൻ ചെയ്യണമെങ്കിലും എന്ത് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരിക്കണം? റിസോഴ്സസ് അവൈലബിലിറ്റി ഉണ്ടായിരിക്കണം അല്ലെ, വിഭവങ്ങളുടെ ലഭ്യത ഉണ്ടായിരിക്കണം. ഓക്കെ, പ്രത്യേകിച്ച് ഇവിടെ പറയുന്നത് എന്താണ്? നാച്ചുറൽ റിസോഴ്സസ്. Natural resources include the total natural environment, that is the entire surface layer of Earth. So the natural resources are the components of atmosphere, hydrosphere, and lithosphere. അപ്പോൾ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇത് നമ്മുടെ ടോട്ടൽ നാച്ചുറൽ എൻവയോൺമെന്റിനെയാണ് പറയുന്നത് അല്ലെ. ടോട്ടൽ നാച്ചുറൽ എൻവയോൺമെന്റിനെയാണ് നമ്മള് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? എന്തൊക്കെ വരുന്നുണ്ട്? അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, അതായത് നമ്മുടെ സർഫേസ് ലെയർ എന്ന് പറയുമ്പോ എത്ര ലെയേഴ്സ് ഉണ്ട് നമ്മുടെ എർത്തിന്? നാലാണോ? എത്രയാ? 5 5. അപ്പൊ ഇതില് ഏതൊക്കെ റിസോഴ്സിന്റെ കമ്പോണൻസ് ഇവിടെ പറയുന്നുണ്ട്? അറ്റ്മോസ്ഫിയർ പറയുന്നുണ്ട് അല്ലെ, അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ പറയുന്നത്. അതുപോലെ തന്നെ ഹൈഡ്രോസ്ഫിയർ, ലിത്തോസ്ഫിയർ, ഇതിലൊക്കെ എന്തെല്ലാം ഉൾപ്പെടുന്നത്? അറ്റ്മോസ്ഫിയറിൽ എന്ത് കണ്ടന്റ് ആണ് ഉൾപ്പെടുന്നത്? അറ്റ്മോസ്ഫിയറില് നോട്ട് ചെയ്തേ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്തേ. ഹ്യൂമിഡിറ്റി, ആർദ്രത, അങ്ങനെ എന്തോ ആണ്. യെസ്, നോക്കാം. നാച്ചുറൽ റിസോഴ്സസ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞത് നോട്ട് ചെയ്ത് വെക്കട്ടോ, ആ ഭാഗത്ത് തന്നെ എഴുതി വെക്കാം. നാച്ചുറൽ റിസോഴ്സസ് ഇൻക്ലൂഡ് components of the atmosphere. Components of the atmosphere എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ എയർ എന്ന് കൊടുക്കുക. എയർ. അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ എന്താ കാണപ്പെടുന്നത്? എയർ. അറ്റ്മോസ്ഫിയറിൽ എന്താണ്? എയർ. Natural resources include components of the atmosphere. എന്താണ്? എയർ എന്ന് ബ്രാക്കറ്റിൽ കൊടുക്കുക. Then comma ഹൈഡ്രോസ്ഫിയറിൽ എന്തൊക്കെയാണ് കാണപ്പെടുന്നത്? ഹൈഡ്രോസ്ഫിയറിൽ മിസ്, ആ നാച്ചുറൽ റിസോഴ്സ് അതൊന്നുകൂടെ ഒന്ന് പറയാമോ സെന്റൻസ്? നാച്ചുറൽ റിസോഴ്സസ് ഇൻക്ലൂഡ് നാച്ചുറൽ റിസോഴ്സസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഇൻക്ലൂഡ് കമ്പോണൻസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. എന്നിട്ട് ബ്രാക്കറ്റിൽ എയർ എന്ന് കൊടുക്കുക കേട്ടോ. അറ്റ്മോസ്ഫിയറിന്റെ കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ എയർ എന്ന് കൊടുക്കുക. ദെൻ ഹൈഡ്രോസ്ഫിയറിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഹൈഡ്രോസ്ഫിയറില് ഓഷൻസ്, റിവർ, യെസ്, വാട്ടർ, ഓഷ്യൻ, റിവേഴ്സ് ഒക്കെയാണ് എന്തിൽ വരുന്നത്? ഹൈഡ്രോസ്ഫിയറിൽ വരുന്നത്. ഓക്കെ, പിന്നെ ലിത്തോസ്ഫിയർ അത് ലാൻഡ് ആയിട്ട് കണക്ട് ചെയ്തല്ലേ. ലിത്തോസ്ഫിയറിൽ എന്തൊക്കെയാണ്? മെറ്റീരിയൽസ് അല്ലെ, മെറ്റീരിയൽസ് ആണ് ലിത്തോസ്ഫിയറില്. മെറ്റീരിയൽസ് which provide അത് ബ്രാക്കറ്റിലല്ലേ മിസ്സേ? ബ്രാക്കറ്റ് വേണ്ട കേട്ടോ. മെറ്റീരിയൽസ് which provide മെറ്റീരിയൽസ് എന്നോട് എന്തൊക്കെയാ ഉദ്ദേശിക്കുന്നത്? മെറ്റീരിയൽസ് which provide essential elements for
essential elements for life and essential elements for life and മിസ് ലൈഫ് ആണോ എന്താ പറയുന്നത്? life, L-I-F-E, life. Essential elements for life and human activities. Essential elements for life and human activities. ഒന്നുകൂടി പറയാം. Natural resources include components of the atmosphere. ബ്രാക്കറ്റിൽ എയർ. Then hydrosphere എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? വാട്ടർ ആൻഡ് ഓഷൻ റിവർ, വാട്ടർ, ഓഷ്യൻ, റിവർ ഒക്കെയാണ് ആ കാറ്റഗറിയിൽ വരുന്നത്, ഹൈഡ്രോസ്ഫിയറിൽ വരുന്നത്. Then ലിതോസ്ഫിയർ, യെസ്, ലിതോസ്ഫിയറിൽ എന്തൊക്കെയാണ് വരുന്നത്? ലിതോസ്ഫിയറില് മെറ്റീരിയൽസ് വെച്ച് പ്രൊവൈഡ്. ലാൻഡ് നേടിയോ നിങ്ങൾ? ലാൻഡ് ലിതോസ്ഫിയറിനാണോ മിസ് അത്? ലിതോസ്ഫിയറിൽ ലാൻഡ് വരുന്നു ആൻഡ് മെറ്റീരിയൽസ്. ലാൻഡ്, മെറ്റീരിയൽസ് which provide essential elements for life and human activities. മിസ് ഈ ലിതോസ്ഫിയറിന്റെ കൂടെ ഉള്ളയാണോ ലാൻഡ് കഴിഞ്ഞിട്ട് ഈ മെറ്റീരിയൽസ്? അത് അടുത്ത പോയിന്റ് ആണ്. അതെ, ലിതോസ്ഫിയറിന് കൂടെ ഉള്ളതാ. അല്ല, മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ വെച്ചാൽ അടുത്ത പോയിന്റ് ആയിരിക്കും. ലാൻഡ്, ആൻഡ് മെറ്റീരിയൽസ് അത് അതിന്റെ ഒപ്പമുള്ളതാണ് കേട്ടോ. ഓക്കെ മിസ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണ കാര്യമല്ലേ ചോദിച്ചത്? എന്തൊക്കെയാണ് അറ്റ്മോസ്ഫിയറിൽ ഉൾപ്പെടുന്നത്? എയർ അല്ലെ? അറ്റ്മോസ്ഫിയർ, എയർ ഉൾപ്പെടുന്നു. ഹൈഡ്രോസ്ഫിയറിലാണ് എന്തൊക്കെ? വാട്ടർ, ഓഷ്യൻ, റിവേഴ്സ്. ലിതോസ്ഫിയറിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ലാൻഡ് ആൻഡ് മെറ്റീരിയൽസ്. ഓക്കെ, യെസ്. അപ്പൊ നാച്ചുറൽ റിസോഴ്സസിന്റെ മെയിൻ 3 കമ്പോണൻസിൽ പറയുന്നത് ഈ 3 കാര്യങ്ങളാണ് അല്ലെ. ഇനി നമ്മള് ഈ നാച്ചുറൽ റിസോഴ്സസിനെ നമ്മള് 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ബേസ്ഡ് ഓൺ ദ അഫ്ലുവൻസ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് natural resources are divided into 2 sections. ഏതൊക്കെയാണ് റിസോഴ്സസ് നമ്മൾ 2 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത്? റിന്യൂവബിളും നോൺ റിന്യൂവബിളും. റിന്യൂവബിളും ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന രീതിയിലാണ് അല്ലെ. ഓക്കെ, അപ്പൊ റിന്യൂവബിൾ റിസോഴ്സസ് ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? റിസോഴ്സസ് വാട്ടർ, ബയോമാസ്. These resources are naturally restored after being used. ഈ റിന്യൂവബിൾ റിസോഴ്സസിന്റെ പ്രത്യേകത എന്താണ്? റിന്യൂവബിൾ റിസോഴ്സസിന്റെ പ്രത്യേകത ഉപയോഗിച്ചാലും തീർന്ന് പോവാത്തതാണ്. പുതുക്കാൻ പറ്റുന്ന ഉപയോഗങ്ങളാണ് അല്ലെ, പുനരുപയോഗിക്കാൻ പറ്റുന്ന വിഭവങ്ങളാണ് എന്ത്? റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇതില് ഏതൊക്കെയാണ് എക്സാമ്പിൾ പറയുന്നത്? വാട്ടർ, ബയോമാസ് അല്ലെ. വാട്ടർ, ബയോമാസ്. ഇത് മാത്രമാണോ? വേറെ എന്തൊക്കെ വരുന്നുണ്ട്? പെട്രോളിയം അതൊക്കെ വരുമോ ടീച്ചറെ? കൽക്കരി? അതൊന്നും നിങ്ങൾ നോട്ട് ചെയ്ത് എഴുതി വെച്ചേക്കട്ടോ. അപ്പൊ ബയോമാസിന് നേരെ എന്താ എഴുതേണ്ടത്? എനർജി ഫ്രം ഓർഗാനിക് മെറ്റീരിയൽസ്. എനർജി ഫ്രം ഓർഗാനിക് മെറ്റീരിയൽസ്. Energy from organic matter. Energy from organic matter. ഓർഗാനിക് മാറ്റർ ആണോ മിസ്? മെറ്റീരിയൽ എന്നല്ലേ പറഞ്ഞു? മാറ്റർ ആണ്, മാറ്റർ. MATTER, മാറ്റർ. plants. 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 Energy from എവിടെ നിന്നാണ് ബയോമാസ്? എനർജി ഫ്രം ഓർഗാനിക് മാറ്റർ ആൻഡ് പ്ലാന്റ്സ്. Then waste വരാം കേട്ടോ. വേസ്റ്റ് വരാം. വേസ്റ്റ് കൂടി ഇടാം. പിന്നെ ഇതൊക്കെ പറയാം നമുക്ക്. നാച്ചുറൽ റിസോഴ്സസില് സോളാർ എനർജി പറയാം അല്ലെ. നാച്ചുറൽ റിസോഴ്സസിൽ ഇവിടെ
നമുക്ക് സോളാർ എനർജി പറയാൻ പറ്റില്ലേ? ഈ കാറ്റഗറിയിലെ റീനബിൾ റിസോഴ്സ് സോളാർ എനർജി പറയാലോ. സോളാർ എനർജി എവിടെ നിന്നാണ്? എനർജി ഫ്രം ദ സൺ അല്ലെ? സോളാർ എനർജി എവിടെ നിന്നാണ്? എനർജി ഫ്രം ദ സൺ. കൂടെ എഴുതിക്കോളൂ കേട്ടോ, നോട്ട് ചെയ്ത് വെക്കോളൂ. Then okay, എഴുതിക്കോളൂ. നാച്ചുറൽ റിസോഴ്സസില് സോളാർ എനർജി വരാം, എനർജി ഫ്രം ദ സൺ. വിൻഡ് എനർജി അല്ലെ? വിൻഡ് എന്തോ മിസ്സേ പറഞ്ഞു? വിൻഡ് എനർജി, വിൻഡ് വിൻഡ് കാറ്റ്. വിൻഡ്. വിൻഡ്. കൃപ കുറച്ച് റേഞ്ച് ഉള്ളോടത്തിരിക്കണം കേട്ടോ. ഓക്കെ അല്ലേ? വിട്ട് വിട്ടാ മിസ്സേ കേൾക്കുന്നേ. ഓക്കെ ഓക്കെ. വിൻഡ് എനർജി, എനർജി ഫ്രം എവിടെ നിന്നാണ്? വിൻഡ് അല്ലെ? എനർജി ഫ്രം വിൻഡ്, കാറ്റിൽ നിന്നുള്ള ഊർജങ്ങള്. പിന്നെ ഹൈഡ്രോ എനർജി അല്ലെ? ഹൈഡ്രോ എനർജി എവിടെ നിന്നാണ്? ഹൈഡ്രോ എനർജി വെള്ളത്തിൽ ഹൈഡ്രോ ഇലക്ട്രിക് വാട്ടർ. വാട്ടർ. ഹൈഡ്രോ എനർജി വാട്ടർ. ഹൈഡ്രോ എനർജി വാട്ടർ. ഒരു കാറ്റഗറി കൂടി വരുന്നുണ്ട് അതില്, ജിയോ തെർമൽ എനർജി. ജിയോ തെർമൽ എനർജി. ജിയോ തെർമൽ എനർജി. ജിയോ തെർമൽ എനർജി എന്താണ്? എർത്ത് ഹീറ്റ്. എർത്ത് ഹീറ്റ്. EARTH apostrophe S ഇടണോട്ടോ. എർത്ത് ഹീറ്റ്. HEAT. എർത്ത് ഹീറ്റിൽ നിന്നുമാണ് നമ്മള് ജിയോ തെർമൽ എനർജി സ്വീകരിക്കുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ നമ്മള് റീന്യൂവബിൾ റിസോഴ്സസ് ആണ് പറയുന്നത്. ഏതൊക്കെയാണ് അതിൽ വരുന്നത്? വാട്ടർ വരുന്നുണ്ട്, ബയോമാസ് എനർജി വരുന്നുണ്ട്, പിന്നെന്താണ്? സോളാർ എനർജി, വിൻഡ് എനർജി, ഹൈഡ്രോ എനർജി ഉണ്ട്, ജിയോ തെർമൽ. ജിയോ തെർമൽ എനർജി. കുറച്ചുകൂടി കൂടുതൽ പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇടും, അല്ലെങ്കിൽ ഇതിൽ കുറച്ച് പോയിന്റ്സ് ഇതിൽ വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇടാൻ പറ്റില്ല. കുറച്ചും നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ ചിലപ്പോ ഇതിന്റെ ഓപ്ഷൻസ് കിട്ടുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാലോ. അപ്പൊ അതിന് വേണ്ടിയാണ് എക്സ്ട്രാ പോയിന്റ് പറഞ്ഞു തന്നത് കേട്ടോ. ഓക്കെ, അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാലോ. ഓക്കെ, അപ്പൊ റിന്യൂവബിൾ റിസോഴ്സസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ നമുക്ക്. റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത് എന്തിനെയാണ്? നമുക്ക് വീണ്ടും പുനരുപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വിഭവങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ആരെങ്കിലും മനസ്സിലാത്തവരുണ്ടോ? മനസ്സിലായി മിസ്സേ. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുമ്പോൾ എന്താണ്? നാച്ചുറൽ റിസോഴ്സസിന്റെ സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഏതാണ്? നോൺ റിന്യൂവബിൾ. നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. These are resources which cannot be replenished within a small period. For non-renewable resources പ്രത്യേകത എന്താണ്? റിന്യൂവബിൾ റിസോഴ്സസ് എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ നോൺ റിന്യൂവബിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ചുരുങ്ങിയ സമയം കൊണ്ട് അതിനെ വീണ്ടും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ചുരുങ്ങിയ സമയം കൊണ്ട് ഉപയോഗിക്കാൻ പറ്റത്ത കുറെ സമയം എടുക്കുമായിരിക്കും അത് വീണ്ടും യൂസ് ആക്കണമെങ്കിൽ. നമുക്ക് സമയം എടുക്കുകയും ചെയ്യും. പിന്നെ എന്താണ്? ഇത് റിന്യൂവബിൾ റിസോഴ്സസ് പോലെ നമുക്ക് എന്താണ് ഉപയോഗിക്കാൻ പറ്റുന്ന വിഭവങ്ങളാണോ? അല്ല. അല്ല അല്ലേ? അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഒന്ന് നോക്കി തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണെന്ന്. ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? ഫോസിൽ ഫ്യൂവൽസ് അല്ലേ? ഫോസിൽ ഫ്യൂവൽസ്. ഫോസിൽ എന്താണ്? ഫോസിൽ എല്ലുപൊടി പോലത്തെ ഈ എല്ലുപൊടി ഫോസിൽ ഫ്യൂവൽസ് കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. എന്തൊക്കെയാണ്? കോള് അല്ലെ? കോൾസ്, COL കോള്. ദെൻ കോൾ എന്താണ്? കോൾ പിന്നെ ഓയിൽ, ഓയിൽ, പെട്രോൾ, കോൾ, ഓയിൽ, പെട്രോൾ. പിന്നെന്താണ്? നാച്ചുറൽ ഗ്യാസ്. ഇത് ഫോസിൽ ഫ്യൂവൽസിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ഇതൊക്കെയാണ് കോള്, ഓയിൽ, പെട്രോൾ, നാച്ചുറൽ ഗ്യാസസ്. ഇനി
ഓസ് ഓർ മെറ്റൽസ്. ഓസ് ഓർ മെറ്റൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? അയിരുകൾ അല്ലെ, അല്ലെങ്കിൽ മെറ്റൽസ് ധാതുക്കൾ എന്ന് പറയാം അല്ലെ നമ്മള്. ഓക്കെ, അത് ഏതൊക്കെ കാറ്റഗറി വരും? അയൺ, കോപ്പർ, ഗോൾഡ്, യുറാനിയം അല്ലെ. ചെറിയ എക്സാമ്പിൾ പോലെ പറയുന്നുള്ളൂ കേട്ടോ. ഏതൊക്കെയാണ് ഓക്സ് മെറ്റൽസിൽ വരുന്നത്? അയൺ, IRON, അയൺ. കോപ്പർ, COPPER, കോപ്പർ, അയൺ, കോപ്പർ. ഗോൾഡ്, GOLD, ഗോൾഡ്. Then uranium, URANIUM, uranium. അയൺ, കോപ്പർ, ഗോൾഡ്, യുറാനിയം. ഇത് മാത്രമല്ല, ചെറിയ എക്സാമ്പിൾസ് മാത്രമല്ല, ഇതിൽ കൂടുതൽ മെറ്റീരിയൽസുകൾ വരുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? These are resources which cannot be replenished within a small period. ഇത് എപ്പോഴും നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? ഇത്തരം റിസോഴ്സുകള് ഇല്ല. ഇങ്ങനെയാണ് നമുക്കറിയാം. പെട്രോൾ മറ്റേതൊക്കെ നമ്മള് ദീർഘകാല സമയം എടുത്തിട്ടാണ് ശരിക്കും. സ്മോൾ പീരീഡ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. സ്മോൾ പീരീഡ് അല്ലല്ലോ വരേണ്ടത് അവിടെ, അല്ലേ? നമുക്കൊരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത വസ്തുക്കളാണ്. ടീച്ചറെ, ഉപയോഗിച്ചാൽ തീർന്നു പോകുന്നതും തീർന്നു പോകാത്തതും അങ്ങനെയാണോ? അങ്ങനെ പറയാം അല്ലെ, ശരിയാണ്. ഉപയോഗിച്ചാല് നമ്മളിത് ഉപയോഗിച്ചാൽ തീർന്നു പോകും. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇത്തരം ഫ്യൂവൽസ് അല്ലെങ്കിൽ ഗോൾഡൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? മറ്റു റിസോഴ്സസ് പോലെ അല്ല അല്ലെ, സമയം എടുക്കുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷെ ആ റിസോഴ്സസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്ലേസ് ചെയ്യുന്ന ആ സാധനം കിട്ടുള്ളൂ. ഇപ്പൊ ഗോൾഡ് ആണെങ്കിലും കൂടുതൽ നമ്മളിപ്പോ ഗോൾഡ് എങ്ങനെ കളക്ട് ചെയ്യുന്നത് നമുക്ക് അറിയാലോ. എങ്ങനെയാണ് ഗോൾഡ് എടുക്കുന്നത്? ഗോൾഡ് എടുക്കുന്നതിൽ വേണ്ട, പെട്രോളിയം എടുക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പെട്രോളിയം ദിവ്യനോട് ചോദിക്കാം. ദിവ്യ, ഓയിൽ എങ്ങനെ എടുക്കുന്നത്? ഓയിൽ ഇതെല്ലാം മൈനിങ് പ്രോസസ്സിലൂടെ അല്ലേ ചെയ്യുന്നത്? ഖനനം ചെയ്തിട്ട് എടുക്കുന്നത്. ഖനനം ചെയ്യാൻ കുറെ വർഷങ്ങള് അല്ല അല്ലെ, നമുക്ക് കുറെ വർഷങ്ങൾ ഇത് ഭൂമിയില് പല പ്രവർത്തനങ്ങളിലൂടെ ഉത്ഭവിക്കുന്ന വിഭവങ്ങളാണ്. എന്നിട്ട് അത് നമ്മൾ ഖനനം ചെയ്ത് എടുക്കുന്നു. ഇൻ കേസ് ഖനനം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സാധനം കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അല്ലെ. അത് പല പ്രോസസ്സിലൂടെ പ്യൂരിഫിക്കേഷൻ ചെയ്തിട്ടാണ് ലാസ്റ്റ് ആ പ്രോഡക്റ്റിലേക്ക് എത്തുന്നത്. യെസ്. നിങ്ങൾ KGF സിനിമ കണ്ടിട്ടുണ്ടോ? KGF കണ്ടിട്ടില്ല? കണ്ടിട്ടുണ്ട്. ഗോൾഡ് എടുക്കുന്ന കണ്ടിട്ടുണ്ട് അല്ലേ? ഗോൾഡ് ആ പ്ലേസിന്റെ ഒരു സ്ഥലം, പ്ലേസിന്റെ പേര് നറാച്ചിയ പ്ലേസ് ഉണ്ട്. അവിടെ നിന്ന് അവര് ഗോൾഡ് ഖനനം ചെയ്തെടുക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. നല്ല പണിയാണ് അവർ എടുക്കുന്നത്. എത്രയോ ഹ്യൂമൻ റിസോഴ്സ് നിർത്തിയിട്ടാണ് അവര് പണി ചെയ്ത് തീർക്കുന്നത്, സ്വർണം ഖനനം ചെയ്തിരിക്കുന്നത്. ആ സ്ഥലത്തിന്റെ ഒരു പ്ലേസിന് പേര് പറയുന്നുണ്ട്. ഗോൾഡ് എടുക്കുന്ന പ്ലേസ് ആണ്. അപ്പൊ മൂവി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു റിസോഴ്സ് അല്ല അല്ലെ ഗോൾഡ് എന്ന് പറയുന്നത്. എത്രയോ പേരുടെ അധ്വാനത്തിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു സാധനം കിട്ടുന്നത്. ഒരു ചെറിയ പീരീഡിലല്ലാതെ അല്ലെ, ചെറിയ പീരീഡിലല്ല, നമുക്ക് നിശ്ചിത കാലയളവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാലയളവ് ചിലപ്പോൾ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല. കാരണം ഇത് പല പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് ലാസ്റ്റ് നമ്മളുടെ കയ്യിൽ കിട്ടുന്ന എന്ത് രീതിയിലുള്ള ഗോൾഡ് ആയിട്ട് മാറുന്നത് അല്ലെ. പല ഷേപ്സിലും പല രൂപത്തിലായിട്ട് കിട്ടുന്നത്. ഇപ്പൊ പെട്രോളിയം ആയിക്കോട്ടെ, ഇതൊക്കെ വളരെയധികം പ്രോസസ്സിലൂടെ കടന്നിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് ലഭ്യമാകും. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് റിസോഴ്സിന് അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഉപയോഗങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നീട് പുനരുപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വിഭവങ്ങൾ. മറ്റേതെന്ന് പറഞ്ഞാൽ എന്താണ്, ദീർഘകാല പീരീഡ് എടുത്തും ചിലപ്പോൾ നമ്മൾക്ക് നിർബന്ധമില്ല കിട്ടണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. ഖനനം, പല രീതിയിലുള്ള ഖനനം, മൈനിങ് മുഖേനയാണ് നമ്മൾ ഇത്തരത്തിലെ ഫോർട്ടിൽസ് ആണ് മെറ്റൽസ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. മാം, എന്റെ ഹസ്ബൻഡ് എണ്ണ കമ്പനിയിലാണ് ക്രൂഡ് ഒഴിച്ചെടുക്കുന്നത്.
ആണോ? അപ്പൊ അവര് പറയുന്നേക്കാ ബ്രദറ് കടലിലും പിന്നെ ഹസ്ബൻഡ് കരയിലുമാണ്. അപ്പൊ കടലിലെ പ്രോസസ്സ് പിന്നെ ബ്രദർ പറയുന്നേക്കാ നല്ല റിസ്ക് ആണെന്ന്. കടലിലല്ലേ? ഓക്കെ. യെസ്, വെരി ഗുഡ്. എവിടെയാ വർക്ക് ചെയ്യുന്നത്? അബുദാബിയില്. ഓക്കെ. യെസ്. അപ്പോ നാച്ചുറൽ റിസോഴ്സിനെ നമ്മൾ 2 രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, 2 സെക്ഷൻസ് ആയിട്ട്. ഏതൊക്കെയാണത്? ഏതൊക്കെയാണ്? റിന്യൂവബിളും നോൺ റിന്യൂവബിളും. വിനീത പുതിയ സ്റ്റുഡന്റ് ആണോ? അല്ലല്ല, ഞാൻ നേരത്തെ ഉള്ളതാണ്. പിക്ചർ മാറ്റിയിട്ടാണ്. ആ, ടീച്ചർ മാറ്റിട്ടാണ്. ഇതാണ് നിങ്ങളുടെ ഫാമിലി അല്ലേ? ഓക്കെ. യെസ്. ഓക്കെ. അപ്പൊ റിന്യൂവബിൾ റിസോഴ്സസിൽ ഏതൊക്കെയാണ് വരുന്നത്? റിന്യൂവബിൾ റിസോഴ്സസിലെ വാട്ടർ, ബയോമാസ്, സോളാർ, ഹൈഡ്രോ എനർജി, ജിയോ തെർമൽ എനർജി, വിൻഡ് എനർജി. ഓക്കെ, വെരി ഗുഡ്. Then നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ഏതൊക്കെയാണ്? പറയൂ. നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. കോൾ, ഓയിൽ, ഫോസിൽ ഫ്യൂവൽസിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഫോസിൽ ഫ്യൂവൽസില് കോൾ, ഓയിൽ, പെട്രോളിയം, നാച്ചുറൽ റിസോഴ്സ്. ഓക്കെ. ഫോറസ് മെറ്റൽസ്, ഓറസ് മെറ്റൽസിൽ ഏതൊക്കെയാണ് വരുന്നത്? കോപ്പർ, കോപ്പർ, അയൺ, ഗോൾഡ്, യുറാനിയം. യുറാനിയം. ഓക്കെ. യെസ്. ഞാൻ നിങ്ങൾക്ക് SUPWയുടെ ഒരു വർക്ക് പറഞ്ഞിരുന്നില്ലേ? അത് നിങ്ങൾ ചെയ്യണ്ട കേട്ടോ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മിസ്. ചെയ്തു തുടങ്ങിയായിരുന്നു ആരെങ്കിലും? കൊറേ പേരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ചെയ്തിട്ടുണ്ട്. ഓക്കെ. അത് ചിലപ്പോ നിങ്ങൾക്ക് വേറെ ഒന്നുള്ള പ്രാക്ടിക്കൽസ് ഒക്കെ വരുമ്പോ ഭയങ്കര ബേർഡൻ ആവുമെന്ന് പറഞ്ഞത്. അപ്പൊ പറഞ്ഞത് ചെയ്യുന്നത് നല്ലതായിരിക്കും, പക്ഷെ ആ ഒരു ബുദ്ധിമുട്ട് ഇനി വരാമെന്ന് ഓർത്തിട്ട്, കാരണം അതിങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കുകയാണ്, ചെയ്തിട്ടില്ല. എത്ര പേര് ചെയ്തിട്ടുണ്ടാവും ഏകദേശം? മിസ് പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു. ചെയ്ത ഫാദ് വഴി നിൽക്കുകയാണ് അല്ലെ? അവിടെ നിൽക്കട്ടെ കേട്ടോ. ദിവ്യ, ജാസ്മി ചെയ്തോ? ഇല്ല മിസ്, ചെയ്തില്ല. ഒത്തിരി സന്തോഷം, ചെയ്തില്ലേ? മിസ് പറഞ്ഞ ക്ലാസ്സിൽ ഞാൻ കേറിയിട്ടില്ലായിരുന്നു. പിന്നെ ഗ്രൂപ്പിലാണ് കേട്ടത് ഇങ്ങനെ ഒരു അസൈൻമെന്റ് ഉണ്ടെന്ന്. പക്ഷെ പിന്നെ മിസ് പറഞ്ഞല്ലോ നോക്കിട്ട് പറയാന്നൊക്കെ. ഞാൻ ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. അപ്പൊ ചെയ്യാത്തവര് കുറെ പേര് ആരും കംപ്ലീറ്റ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ലോ, ജസ്റ്റ് തുടങ്ങിയിട്ടല്ലേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെയാണ്. ഗ്രൂപ്പിൽ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഒരുപാട് പേരൊന്നും ചെയ്തിട്ടില്ല. കുറച്ച് പേരൊക്കെ ക്ലാസ് റൂമിൽ ഇടാനേ അത് നിങ്ങൾക്ക് എല്ലാം കൂടി ഇനിയും ഒരുപാട് വർക്ക് വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് അതാണ് ഒന്ന് പെൻ ചെയ്തത്. ഇപ്പൊ വളരെ ഒരു കൺഫ്യൂഷൻ ആ ഒരു വർക്ക് തന്നത്. എന്റെ തലേന്നൊക്കെ അങ്ങ് പോകുന്നില്ല. ചെയ്തവർ എത്രയും ചെയ്തു കേട്ടെ. കൺക്ലൂഷൻ ഒഴിച്ച് ബാക്കിയെല്ലാം എഴുതി വെച്ചിട്ടുണ്ടല്ലോ. 3 കാര്യങ്ങളല്ലേ പറഞ്ഞോളൂ? ഇൻട്രൊഡക്ഷൻ, നാച്ചുറൽ, കൺക്ലൂഷൻ, അങ്ങനെയല്ലേ പറഞ്ഞോളൂ? അതിന്റെ 5 പേജ് ഇമ്പോർട്ടൻസ് ഒക്കെ എഴുതണം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾ അത് ചെയ്ത് വെച്ചുതരാം വർക്ക് കേട്ടോ. പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്ത് കയ്യിൽ വെച്ചോ സാധനം. ഇതവിടെ ഇരുന്നോട്ടെ. സമയം എടുത്ത് നിങ്ങൾ ചെയ്തോളൂ. അതിന്റെ ഇടയിൽ എന്തെങ്കിലും സമയം ഒപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അല്ലാതെ വേറെ കുറെ ക്ലാസ്സുകളല്ലേ ക്ലാസ്സിലെ വർക്കിന്റെ ഒക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. നമുക്ക് നോക്കാം, അതെന്തായാലും ശരിയാക്കാം കേട്ടോ. പിന്നെ വേറെന്താ പറയണമെന്ന് വെച്ചല്ലോ? ചെയ്തവർ ഇനി ചെയ്യണ്ട, ഇനി രണ്ടാമത് ചെയ്യണ്ട കേട്ടോ. SUPWയുടെ വർക്ക് വന്നിരുന്നില്ല ചെയ്യണോ? അപ്പൊ ചെയ്ത് വെച്ചിരുന്നു. നിങ്ങൾ സമയം എടുത്ത് ചെയ്താൽ മതി, തിരിച്ചു പിടിക്കണ്ട കേട്ടോ. ഒരു മാക്സിമം 5 പേജോ 4 പേജോ കവർ ചെയ്യുന്ന ഒരു റിപ്പോർട്ട് പോലെ ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ.
എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും പ്രാക്ടിക്കൽസിന് വരുന്ന സമയത്ത് കൊണ്ടുവന്നാൽ മതിയായിരിക്കും. അപ്പൊ നിങ്ങൾ അത് എഴുതി വെച്ചാൽ മതി. ഞാൻ എങ്ങനെയാണ് ബാക്കിയുള്ളത് പറഞ്ഞു തരാം. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ പാർട്ട് 4 എത്ര ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻ എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്ര കിട്ടിയിട്ടുണ്ടെന്നാണ് ചോദിച്ചത്. ഞാൻ ചാപ്റ്റേഴ്സ് പറയാം കേട്ടോ. ചാപ്റ്റേഴ്സ് പറയാം. 4 2 തന്നെ കിട്ടിയിട്ടുള്ളൂ മിസ്സേ. 4 2 കിട്ടിയിട്ടുള്ളൂ. ചാപ്റ്റർ കിട്ടിയിട്ടില്ല? ഇല്ല, ഇടക്ക് കൊടുത്തിട്ടുണ്ടോ? 1 3 പിന്നെ എടുത്തത് 6 ആണ്. 5 എടുത്തിട്ട് 5 ഇടാം. 6ന്റെ സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തല്ലേ? പിന്നെ പ്രോഗ്രാംസ് എല്ലാ ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൂപ്പർവിഷന്റെ ഒഴിച്ച് ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. അതെ, ക്വസ്റ്റ്യൻസ് വരുമ്പോ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യണോട്ടെ. ഇതിന്റെയൊക്കെ ചാപ്റ്റേഴ്സിൽ കറക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതൊന്ന് ചെക്ക് ചെയ്യണം. കാരണം വേറൊന്നുമല്ല, മോഡൽ എക്സാമിന് നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് തന്നെ നന്നായിട്ട് പഠിക്കണം. വരുന്ന ക്വസ്റ്റ്യൻസുകൾ പഠിക്കാറുണ്ടോ? പഠിക്കലുണ്ട്. റിവൈസ് ചെയ്ത് പോകണം. ആദ്യമൊക്കെ തന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ, ആദ്യത്തെ ചാപ്റ്റേഴ്സിനൊക്കെ തന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് റിവൈസ് ചെയ്യണം. കാരണം പെട്ടെന്നായിരിക്കും ഒരു എക്സാമിലോട്ടൊക്കെ പെട്ടെന്ന് പോകുന്നത് മോഡലൊക്കെ. അപ്പൊ അത് ഇനിയിപ്പോ അല്ലെങ്കിൽ ലാസ്റ്റ് പഠിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അല്ല, എല്ലാവരും നോക്കാന്നുള്ളൊരു ബുദ്ധിമുട്ടാണ്. കുറച്ച് പാടുള്ള ചാപ്റ്റേഴ്സ് ക്വസ്റ്റ്യൻസ് പാടുള്ളത് ഡിഫറൻസ് മെക്കാനിക്സത്തിൽ എനിക്ക് ഏറ്റവും പാടുള്ള ക്വസ്റ്റ്യൻസ് വരിക അല്ലെ? എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. അതായത് ഡിഫറൻസ് മെക്കാനിക്സിൽ ടീച്ചർ പറഞ്ഞിട്ടില്ലേ, ക്വസ്റ്റ്യൻസ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ എക്സാമ്പിൾ തന്നിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പൊ ഏത് ഡിഫറൻസ് മെക്കാനിസം ആണ് അതിൽ യൂസ് ചെയ്തേക്കണേന്ന് ആലോചിക്കാൻ ഇച്ചിരി സമയം എടുക്കും. അതിന്റെ ക്വസ്റ്റ്യൻസ് അങ്ങനെ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ. അപ്പൊ ആ ചാപ്റ്റർ ഒന്ന് പഠിച്ചു വെക്കുക. അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയാലോ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക്? ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തപ്പോ ആ കുട്ടി ആ സമയത്ത് ഏത് മെക്കാനിസം ആണ് ഉപയോഗിച്ചത് എന്ന രീതിയിലൊക്കെ ആയിരിക്കും ചോദ്യം വരുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കാം കേട്ടോ. ഡിഫറൻസ് മെക്കാനിസം, അതേപോലെ തന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന ഭാഗം. അതില് നമ്മുടെ തിയറീസ് ഒക്കെ പഠിച്ചതില് 3-4 സ്റ്റേജസ് ഒക്കെ വരുന്നത്. സ്റ്റേജുകൾ ഒരു കാരണവശാലും അതിന്റെ സ്റ്റേജോ ഏജോ മാറിപ്പോകാൻ പാടില്ല കുട്ടികളുടെ. ഫസ്റ്റ് സ്റ്റേജിൽ ഇപ്പൊ 0 to 2 years എന്ന് പറയുന്നത് അത് ആ ഏജിൽ തന്നെ പറയണം കേട്ടോ. 2 to 3 എന്ന് പറഞ്ഞൊന്ന് എഴുതി വെക്കാൻ അങ്ങനെ ഓപ്ഷൻ ടെക്സ്റ്റ് തന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പൊ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കാം. എനിക്ക് തോന്നുന്നത് ഡിഫറൻസ് മെക്കാനിസം, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് കുറച്ച് ബുദ്ധിമുട്ട്. പിന്നെ നീഡ്സ് ടീച്ചറല്ല എടുത്തത്. നീഡ്സിന്റെ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. നീഡ്സിന്റെ ക്വസ്റ്റ്യൻ കിട്ടിയിരുന്നോ? കിട്ടിയിട്ടുണ്ട് മിസ്സേ. ഓക്കെ, ഞാൻ ഒരാളെ ഒന്ന് ഏൽപ്പിക്കട്ടെ കേട്ടോ. ജാസ്മിനോട് പറയട്ടെ. ജാസ്മിൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ടീച്ചർ ഏതൊക്കെ ചാപ്റ്റേഴ്സിന്റെ നോട്ട്സ് എടുത്തിട്ടുണ്ടെന്ന് ഒന്ന് എഴുതി വെച്ചിട്ട് ടീച്ചറിനോട് പറയോ? ഏതിന്റെ മിസ്സേ പറയണ്ട, ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. പാർട്ട് 2 ആണോ? അല്ല, ഞാനില്ലേ, ഞാൻ എഴുതുന്നതൊക്കെ ഞാൻ കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്, ഏതൊക്കെയാ കിട്ടാത്തത് എന്നുള്ളത്. പാർട്ട് 2 ലാംഗ്വേജ് ഡെവലപ്മെന്റ് മാത്രമല്ലേ കിട്ടാത്തത്? ലാംഗ്വേജ് ഡെവലപ്മെന്റ് കിട്ടിയിട്ടില്ല? ഇല്ല. പറഞ്ഞോളൂ. ലാംഗ്വേജ് ഡെവലപ്മെന്റ് മാത്രമേ ഇതിൽ കിട്ടാത്തേ ഉള്ളൂ. പാർട്ട് 2 ബാക്കിയൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ പാർട്ട് 4 1ഉം 2ഉം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി വന്നോളൂ, ബാക്കിയെല്ലാം കൊടുത്തിട്ടുണ്ട്. വന്നോളൂ കേട്ടോ. അത്ര വരെ ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട ഭാഗം ഏതാന്ന് അറിയാലോ. ഇപ്പോഴേ പഠിച്ചു വെക്കോ. ഡിഫറൻസ് മെക്കാനിക്സിന്റെ ക്വസ്റ്റ്യൻസ് ഇപ്പോഴേ തറായിട്ട് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഏകദേശം അതേപോലത്തെ ചോദ്യങ്ങൾ തന്നെ വരുള്ളൂ മോഡൽ എക്സാമിന്. മോഡൽ എന്തായാലും എക്സാം ഉണ്ടായിരിക്കും. അപ്പൊ ഇതിന്റെ ബുദ്ധിമുട്ടായിട്ടുള്ള ചാപ്റ്റർ ഏതാണ്? പിന്നെ ഏതാ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള പാടുള്ള വിഷയം ഏതാ? പാടുള്ള ചാപ്റ്റർ ഏതാണ്? നിങ്ങൾ പേടിക്കണ്ടെങ്കിൽ ഡിഫറൻസ് മെക്കാനിസം ഒരിക്കലുള്ളൂ ഇത്തിരി കുഴച്ച് പ്രശ്നമാക്കി വരാൻ പോണ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇച്ചിരി ആലോചിക്കേണ്ട സമയം വരും.
അത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ എങ്ങനെയെങ്കിലൊക്കെ കറക്റ്റ് കിട്ടാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് പാസ് മാർക്ക് വാങ്ങിക്കാന്നുള്ളൊരു കോൺഫിഡൻസിൽ ആരും പരീക്ഷ എഴുതണ്ട കേട്ടോ. കേട്ടോ, പാസ് മാർക്ക് മതി എന്നുള്ള ഇതിൽ എഴുതരുത്. എല്ലാവർക്കും MK6 എല്ലാവർക്കും സ്കോർ വേണം. മാം ഞങ്ങൾക്ക് ഏത് സമയത്താ എക്സാം ഉണ്ടാവുക? അത് റെഡി കൊടുക്കുക. ഇതുവരെ പറഞ്ഞേ ഞാൻ കേട്ടില്ല മാം. ശരണ്യ, നമുക്ക് 85 കഴിയാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈ 4 ഇപ്പൊ ഒന്ന് കഴിഞ്ഞുള്ളൂ. അപ്പൊ സമയം എടുക്കും. അതാണ് ഡേറ്റ് കൺഫേമായിട്ട് പറയാൻ പറ്റില്ല. അതാണ് നിങ്ങൾക്ക് എളുപ്പമുള്ള പരിപാടിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ അങ്ങ് പഠിച്ചു പോയിക്കോ. പിന്നെ ലാസ്റ്റ് ഇരുന്ന് ആദ്യം കുത്തി പഠിക്കാൻ നിൽക്കണ്ട. ഓക്കെ, എനിക്ക് പ്രാക്ടിക്കലിന്റെ സമയത്ത് നമ്മൾ അവിടെ വരേണ്ട വരുമോ? വരേണ്ടി വരും, മാക്സിമം വരേണ്ടി വരും. അഞ്ചു എവിടെയാ സ്ഥലം? എവിടെയാ? കണ്ണൂര്. കണ്ണൂർ അടുത്തല്ലോ ക്ലാസ്സിന്റെ. എന്തോ? എവിടെയാണെങ്കിലും മാക്സിമം വരാൻ നോക്കണം കേട്ടോ. അഞ്ചു ഞാനോ? ഞാൻ കാസർഗോഡ്. എല്ലാ 14 ജില്ലയില് നമുക്ക് സ്റ്റുഡൻസ് ഉണ്ടല്ലേ? 5 കണ്ണൂരാണോ? അതെ അതെ, ജില്ല കണ്ണൂരാണോ? കണ്ണൂരാ. കണ്ണൂരാണെങ്കിലും നിങ്ങൾ അടുത്തടുത്താ. പാലക്കാടുകാരും ഇതില്? പാലക്കാട് ഞാനുണ്ടല്ലോ പാലക്കാട്. ഞാനും ഉണ്ട് മിസ്സേ. സഫിയൊക്കെ ക്ലാസ്സിലുണ്ടോ? മിണ്ടണ പോലുമില്ലല്ലോ. ഇല്ല, ഞാൻ കുറച്ച് വൈകിട്ടാ വന്നത്. അതിന്റെ കുറെ പേര് മിസ്സിംഗ് ആണ് നമ്മുടെ ക്ലാസ്സില്. ജിസ്മോൾ എവിടെ? പിന്നെ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു, ഫർസാന എന്നുള്ള ക്ലാസ്സാണ്. ഫർസാന ഉള്ളത് ഫർസാന ക്ലാസ്. അവരൊക്കെ എവിടെ പോയി? മാരേജ് ആവാൻ 11th മെയിൻ. അപ്പൊ അതിന്റെ ബിസിയാണ് ആള്. ഓക്കെ, അപ്പൊ പിന്നെ എന്നാ വന്നെ? നാട്ടിലെന്നാ വന്നെ? ഞാനോ? ഞാൻ ജൂൺ 1 അല്ലെങ്കിൽ മെയ് ലാസ്റ്റ്. ടിക്കറ്റ് എടുത്തിട്ടില്ല. നിങ്ങളുടെ സ്ഥലം എവിടെയാ? തൃശ്ശൂര്. തൃശ്ശൂര്. തൃശ്ശൂർ എവിടെയാ? നാട്ടിക. നാട്ടില്. ഓക്കെ, അമ്പലത്തില് ശബരാമ്പലല്ലേ നാട്ടിലെ? ആ ഉണ്ട്. ഇവിടെ അടുത്താണോ? എന്റെ വീട് 12 പ്രോപ്പർ ആ സ്ഥലത്തിന്റെ പേര് 12 അവിടെ എന്റെ വീട്. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിന്റെ അവിടുന്ന് പടിഞ്ഞാട്ട്. ഇപ്പൊ ഇങ്ങോട്ടാണോ വരുന്നത്? നാട്ടിലോട്ടാണോ വരുന്നത്? അല്ല, അവിടെ ഇപ്പൊ ആരും ഇല്ല. അച്ഛനും അമ്മയൊക്കെ മരണപ്പെട്ടു. അവിടെ വീട് കുട്ടിക്ക് എടുക്കാം. അതിന്റെ അധികം ദൂരം ഇല്ലാണ്ട് ഞാൻ ഹസ്ബൻഡിന്റെ വീട് തളിക്കുളം അറിയും. ദിവ്യയുടെ അച്ഛനും അമ്മയാണോ അവിടെ നാട്ടിലുണ്ടായിരുന്നത്? അതെ അതെ. അച്ഛനും അമ്മ മരിച്ചു? നേരത്തെ മരിച്ചതാണോ? അമ്മ മരിച്ചിട്ട് 4 വർഷം, അച്ഛൻ മരിച്ചിട്ട് 2 വർഷം. സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് ആരും ഇല്ല? ഒരു സിസ്റ്റർ ഉണ്ട്, മൂത്താളുണ്ട്. മാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എക്സാമിന്റെ ഡേറ്റ് ചോദിക്കുന്നത് 2 മാസം കഴിഞ്ഞ് എന്റെ വീട് കുടി കൂടും. അപ്പൊ ആ സമയമാണോന്ന് വിചാരിച്ചിട്ടാ. വീട് ഹൗസ് വാമിങ്. ഞാനെന്താ പറഞ്ഞത് ശരണ്യ? 2 മാസം കഴിഞ്ഞാല് എന്റെ വീട് ഹൗസ് വാമിങ് ആണ്. അപ്പൊ ആ സമയത്തായിരിക്കുമോ എക്സാം എന്ന് വിചാരിച്ചിട്ടാ ചോദിച്ചത്. വീട് കൂടുന്നല്ല പറഞ്ഞ? അവിടെ അങ്ങനെ കുടികൂടൽ. കുടികൂടൽ. അത് കാസർഗോഡ് അങ്ങോട്ട് അങ്ങനെയാ പറയാ. ദിവ്യ അന്ന് പഴുത്ത ചക്ക വെട്ടിയപ്പോ ഞാൻ നിന്നെയാണ് കേട്ടോ. മാങ്ങ പഴുത്തു, ചക്ക പഴുത്തു. ഞാൻ ഇവിടെ അമ്മയുടെ അടുത്ത് പറയുകയും ചെയ്തു. ചക്കക്കുരു ഞാന് ജിഷേനെ ആലോചിച്ചു. ജിഷ എനിക്ക് എന്നാലും പാഴ്സൽ ചെയ്ത് തന്നില്ല. ഞാന് ചക്കക്കുരും ചെമ്മീനും മാങ്ങയും മുരിങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു കറി വെച്ച് 2 ദിവസം ലാവിഷായി കൂട്ടി. നിങ്ങളൊക്കെ ആസ്വദിക്കാതിരിക്കുമല്ലോ ഈ സമയത്ത് അവിടെയൊക്കെ. ഞാനേ ഒരുപാട് പേരോട് അന്വേഷിച്ചു. എന്റെ തൊട്ടടുത്ത് ഒരു ചേച്ചി ഉണ്ട്, അവര് വന്നു. പക്ഷെ അവര് തിരിച്ചു വരുമ്പോ 2 മാസം. അപ്പൊ അവര് പോകുന്ന സമയമാകുമ്പോ നിന്നോട് ചോദിക്കാന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നത്. പിന്നെ മിസ് ഒരു കാര്യം പറയാനുണ്ട്. നമുക്ക് പോസ്റ്റിൽ ഏൽപ്പിച്ചിരുന്നല്ലോ ക്ലാസ് എടുക്കാനായിട്ട്. അപ്പൊ അതില്
റേഡിയേഷനെ പറ്റിയുള്ള പൊല്യൂഷൻ പറയാൻ സുബീനെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സുബിക്ക് അടുത്ത വീക്കിൽ ഒഴിവുണ്ടായിരിക്കില്ല. ആൾക്ക് എന്തോ ഒരു പരിപാടിയുണ്ട്. ആൾക്ക് ചെറിയൊരു ബിസിനസ് ഒക്കെ ഉള്ളതാണ്. അപ്പൊ ആൾക്കത് ഒഴിവുണ്ടായിരിക്കില്ല. അപ്പൊ ആരെങ്കിലും എന്തിനാണ് ഏൽപ്പിച്ചതെന്ന് ചോദിച്ചു. റേഡിയേഷൻ കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം. ഓക്കെ ഓക്കെ, നിങ്ങള് സൈൻ ഔട്ട് ഉണ്ടോ? ഉണ്ട് ടീച്ചറെ, സൈൻ ഔട്ട് ഉണ്ട്. മിസ് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. മിസ് എന്തോ? ഒരു കാര്യം പറയാൻ ഞാൻ അബുദാബിയിലാണേ. അപ്പൊ ഇത് എപ്പോ പ്രാക്ടിക്കലിന്റെ ക്ലാസ് എപ്പോഴാന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. അറിയില്ലല്ലോ, സമയം എടുക്കും. ഞാനിപ്പോ ഏപ്രിലിൽ വന്നത് ഇപ്പൊ എത്തിയുള്ളൂ, കഴിഞ്ഞ ആഴ്ച എത്തിയുള്ളൂ, തിരിച്ചെത്തിയുള്ളൂ. നിങ്ങൾക്ക് ഓൾറെഡി ഞങ്ങള് തിയറി ക്ലാസ് തന്നിട്ടില്ലല്ലോ പ്രാക്ടിക്കൽസിന്റെ. സമയം എടുക്കും. പിന്നെ അല്ല, ഞാൻ നാട്ടിൽ പോയി തിരിച്ചു വന്നു, ഏപ്രിലിൽ പോയി, വിഷുവിന് പോയിട്ട് വന്നു. ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ കുറച്ച് കേട്ട് വരണുള്ളൂ. പിന്നെ സെപ്റ്റംബറിലായിരിക്കും. പിന്നെ ഒരു ബാച്ച് കഴിഞ്ഞു പോകുന്ന അനുസരിച്ചിട്ടാണ് നമ്മള് ഡേറ്റ് പറയുന്നത്. അപ്പൊ ചില ബാച്ചിൽ ഡിലേസ് വരും. നമുക്ക് ക്ലാസ് ഇല്ലാത്ത സമയത്ത് ചിലപ്പോ ക്ലാസ് ഉദ്ദേശിച്ച പോലെ പോയിന്ന് വരില്ല. നമ്മുടെ ക്ലാസ്സുകൾ അറിയില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് ക്ലാസ് എടുക്കുന്നത്. മുന്നേ പ്രോഫിറ്റ് പറയാൻ പറ്റാതെ നമ്മൾ വേറെ കാര്യങ്ങളിലേക്ക് പോകും. ഡേറ്റ് പിന്നീട് അറിയിക്കാൻ കേട്ടോ. ഞാനാണ് ടീച്ചർ. ടീച്ചർ ഞാൻ വായിച്ച ഒരു പുസ്തകത്തെ കുറിച്ച് പരിചയപ്പെടുത്തട്ടെ? ചെറിയതായിട്ടൊരു പരിചയപ്പെടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിലാണ് പരിചയപ്പെടുത്തുന്നത്. അതായത് ജേക്കബ് എബ്രഹാം എഴുതിയിട്ടുള്ള ഒരു വാൻഗോഗിന്റെ കാമുകി എന്ന് പറയുന്ന ഒരു നോവലായിരുന്നു ടീച്ചർ. അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു നോവലാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പുള്ളിക്കാരൻ പ്രീ ഡിഗ്രി കാലം മുതലാണ് നോവലിസ്റ്റ് ജേക്കബ് എബ്രഹാം വിൻസെന്റ് വാൻഗോഗിനെ കുറിച്ച് അറിയുന്നത്. അപ്പം അത് കൂടുതലായിട്ട് അയാളെ കുറിച്ച് പഠിച്ച് അവസാനം വാൻഗോഗ് തലയിൽ കയറിയിട്ട് ആ വാൻഗോഗ് എന്ന വിശ്വവിഖ്യാതനായ എഴുത്തുകാരനോടുള്ള പ്രണയത്തിൽ എഴുതിപ്പോയ ഒരു നോവലാണ്. അത് എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു നല്ല നോവലാണ്. അപ്പോ ആ ഒരു കൃതിക്ക് പിന്നിൽ ഒരു തപസ്സിന്റെ കാലം ഉണ്ടെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അത്രയും മനോഹരമായിട്ടാണ് അതിനെ വരച്ചു വെച്ചിരിക്കുന്നത്. ഓരോ വരികളിലും കാവ്യാത്മകമായിട്ടാണ് ഈ ഒരു നോവലിനെ പ്രതിനിധീകരിച്ച് പറയുന്നത്. മാത്രമല്ല അതിൽ ഒരുപാട് അറിവുകളുണ്ട്. ചിത്രകാരനെ കുറിച്ചും വിൻസെന്റ് വാൻഗോഗ് എന്ന വിശ്വവിഖ്യാതനായ ചിത്രകാരനെ കുറിച്ചുള്ള ഒരു പഠനം തന്നെ അതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ചിത്രങ്ങളെ കുറിച്ചും ആ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. വായനയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഹേഗ് എന്ന് പറയുന്ന ഒരു നഗരമുണ്ട്. അത് ഹിമഗണങ്ങളൊക്കെ മൂടി നിൽക്കുന്ന ഒരു നഗരമാണ്. ആ നഗരത്തിന്റെ മധ്യത്തിലൂടെയാണ് ഇതിന്റെ കഥാപാത്രമായിട്ടുള്ള സിയൻ നടന്നു വരുന്നത്. സിയൻ എന്ന് പറയുന്നത് തെരുവില് കഴിയുന്ന ഒരു വേശ്യയാണ്. അപ്പോൾ ഈ വേശ്യക്ക് വാൻഗോഗിനോട് അഗാധമായ പ്രണയം തോന്നുന്നു. ഒരുപാട് പേരോടൊപ്പം ഒരുപാട് രാത്രികൾ പങ്കിട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് ഈ വാൻഗോഗിനോട് സിയന് പ്രണയം തോന്നുന്നതാണ്. അത് വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. വാൻഗോഗ് ആണെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ അനുഭവിച്ച് നാടെല്ലാം വിട്ട് അവസാനം ഈ ഹേഗിന്റെ ആ ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു വീട് അന്വേഷിച്ച് നടക്കായിരുന്നു. അങ്ങനെ പുള്ളിക്കാരത്തി സിയനെ കണ്ടുമുട്ടുകയും രണ്ടുപേരും തമ്മിലും പ്രണയത്തിലാവും. പ്രണയം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള പ്രണയമല്ല, പക്ഷെ പരസ്പരം രണ്ടുപേർക്കും ഇഷ്ടം. അയാൾക്ക് കൂടെ താമസിക്കാൻ, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും പറയാൻ ഒരാള് വേണം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അയാളുടെ കണ്ണിലൂടെ പ്രണയം എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ സിയൻ എന്ന ഈ തെരുവ് വേശ്യയ്ക്ക് ജീവിതം എന്താണെന്ന് ഇയാൾ മനസ്സിലാക്കി കൊടുക്കുകയാണ്. കാരണം അവരറിയുന്ന ജീവിതം എന്ന് പറയുന്നത് തെരുവ് വീതിയും പട്ടിണിയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് സിയനെ സംബന്ധിച്ച് അറിയുന്ന ഒരു ജീവിതം എന്ന് പറയാം. പക്ഷെ ജീവിതം എന്ന് വെച്ചാൽ അതിനേക്കാൾ വലുതാണ് എന്ന് പുള്ളിക്കാരൻ വിൻസെന്റ് വാൻഗോഗ് ആണ് പരിചയപ്പെടുത്തുന്നത്. വാൻഗോഗിനെ കുറിച്ച് ഒട്ടുമിക്കവർക്കും അറിയാം. പ്രണയിനിക്ക് വേണ്ടി ചെവി അറുത്തു കൊടുത്ത ഒരു കഥയൊക്കെ ഉണ്ട് വിൻസെന്റ് വാൻഗോഗിനെ കുറിച്ച്. അപ്പം ഒടുവില് സിയൻ ആരിൽ നിന്നോ ഗർഭിണിയാവുകയാണ്. അപ്പോ വാൻഗോഗ് തിരിച്ചു പോകുന്ന സമയത്ത് സിയൻ പ്രസവിച്ച ആ കുഞ്ഞിന് വിൻസെന്റ് വാൻഗോഗ് എന്ന പേര് നൽകിക്കൊണ്ട് അയാൾ തിരിച്ചു പോകുന്നൊരു നോവലാണ്. അപ്പൊ അത് ജസ്റ്റ് ഞാൻ നിങ്ങളുടെ അറിവിലേക്ക്, നല്ലൊരു നോവലാണ്, അതൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഓക്കെ ടീച്ചർ, താങ്ക് യു ടീച്ചർ. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിൽ പുതിയൊരു അറിവാണ് നമുക്ക് തന്നത്. താങ്ക് യു സോ മച്ച്. ഹാവ് എ